മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, ആരാധനകൾ അർപ്പിക്കാവൂ. ആരാധന എന്ന് പറയുന്നത് മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ വിനയവും ബഹുമാനവും വണക്കവുമാണ്. അത് പ്രപഞ്ച സ്രഷ്ടാവ് എന്ന വിശ്വാസത്തിൽ അവന് മാത്രമേ അതിന് അർഹതയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ ആ അർത്ഥത്തിലുള്ള ബഹുമാനം അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ഇബാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ സാരം അതാണ്. അതേസമയം ആദരവ്, അങ്ങേയറ്റത്തെ ആദരവാണ് ആരാധന എന്ന് നമ്മൾ പറയുമ്പോൾ അതിനിപ്പുറത്തുള്ള കുറെ ആദരവുകൾ. അങ്ങേയറ്റത്തെ ആദരവ് കൊടുക്കണമെങ്കിൽ പ്രപഞ്ചാധിപനാണ്, സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കാം. എന്നാൽ അതിന്റെ ഇപ്പുറത്ത് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക എന്ന് പറഞ്ഞത്, അവരെ അനുസരിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും അവരെ ആരാധിക്കലാവുകയില്ല. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും നമ്മുടെ നാട്ടിലുള്ള മറ്റ് പ്രസ്ഥാനക്കാർ, അത് വഹാബികളാകട്ടെ, മൗദൂദികളാകട്ടെ, തബ്ലീഗ് ജമാഅത്തുകാരാവട്ടെ, ഇവരെല്ലാം ശരിയായ ആശയധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതോടൊപ്പം അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലും ബഹുമാനിക്കലും അത് വിശ്വാസിയുടെ കടമയാണ്. എന്നാൽ ആ ആദരവിനെയും ബഹുമാനത്തെയും ആരാധനയായി ചിത്രീകരിച്ച് യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണെന്ന് മുദ്രകുത്തി ശിർക്കും കുഫറും ആരോപിക്കുക എന്ന അപകടകരമായ ഒരു രീതിയാണ് പുത്തനാശയക്കാരായ ഈ വിഭാഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മങ്ങളിൽപ്പെട്ട ഹജ്ജ് എന്ന് പറയുന്ന ഒരു മഹത്തായ കർമ്മത്തെ നമുക്ക് നൽകി. ഹജ്ജിന്റെ മാസത്തിലാണല്ലോ നമ്മൾ ഉള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആദരിച്ചു. ആദം നബി അലൈഹി സ്വലാമിന് കൂടുതൽ അറിവ് നൽകിയിട്ടാണ് ആ ആദരവ് കൊടുത്തത്. അത് അനുഭവപ്പെട്ട മലക്കുകളോടും അവരുടെ ഗുരുവായ ഇബ്ലീസിനോടും ആദം നബിയെ ആദരിച്ച് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ രണ്ട് റൂട്ട് അവിടെ രൂപപ്പെട്ടു. ഒന്നേതാ, ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, എല്ലാ മലക്കുകളും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് അവർ. അതേ സമയത്ത് അല്ലാഹു ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാനും അവർ തയ്യാറായി. എന്നാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അയാൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ അതിന് റെഡിയാണ്, പക്ഷേ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാൻ ഞാൻ ഒരുക്കമല്ല. അത് ഇബ്ലീസ് വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത് അവൻ അവിശ്വാസികളിൽ പെട്ടവനായി പോയി എന്ന് അല്ലാഹു പറയുന്നു. ഇബ്ലീസ് ചെയ്ത ഒരേ ഒരു തെറ്റെന്താ? അല്ലാഹു ആദരിച്ച ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കാൻ എനിക്ക് പറ്റൂല. ആദം നബി അല്ലാഹു നേരത്തെ തന്നെ ഭൂമിക്ക് വേണ്ടിയാണല്ലോ പടച്ചത്. ഭൂമിയിലേക്ക് ആദം നബി അലൈഹി സ്വലാമിനെ ഇറക്കിയപ്പോൾ പിറകെ ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. അപ്പൊ ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, സംഗതി എന്ന് പറഞ്ഞാലും ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി ഹിദ്മ ചെയ്തല്ലോ. ആദമല്ലേ ഞാനും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ഒരു രീതി പറഞ്ഞ കാരണക്കാരൻ. അതുകൊണ്ട് ആ ആദമിന്റെ സന്താന പരമ്പരകളെ വഴിതെറ്റിപ്പിക്കാനുള്ള അവസരവും ഖിയാമത്ത് നാൾ വരെയുള്ള ആയുസ്സും എനിക്ക് നീ തരണം. അള്ളാഹിനോട് ഇബ്ലീസ് ആവശ്യപ്പെട്ടു. അള്ളാഹു പറഞ്ഞു, ഞാനത് തരാം, പക്ഷെ എന്റെ മുഖ്ലിസീങ്ങളായ അടിമകളെ നിനക്ക് കിട്ടൂല. കുറെ ആൾ നിന്റെ കൂടെ കൂടും, നിന്നെയും നിന്റെ കൂടെ കൂടുന്നവരെയും പാർപ്പിക്കാനുള്ളതാണ് അക്കാണുന്ന നരകം. ഇബ്ലീസിന് അള്ളാഹു കാണിച്ചു കൊടുത്തു, ഭൂമിയിലേക്ക് ഇറങ്ങി.